ആ ദേ വന്നല്ലോ. വാടാ വാടാ വാ. നമസ്കാരം ഗുരു. എന്താടാ അവിടെ ഒപ്പിച്ചേ? ഞാൻ എന്ത് ചെയ്തെന്ന? ആ ബിൽഡിംഗിൽ നിന്ന് നമ്പ്യാരുടെ പൈസ കൊണ്ടുവരാൻ പറഞ്ഞേനെ അവന്റെ ആൾക്കാരെന്തിനാ നീ കൊന്നത്? എന്റെ അടുത്ത് കളിക്കാൻ വന്നു, ഞാൻ ഒന്നങ്ങ് കൊടുത്തു. അവര് തീർന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? എന്ന് വെച്ച് അടിക്കാൻ ഞാൻ പറഞ്ഞോടാ. എടാ അവിടെ ഒരുപാട് വർക്കുള്ളതല്ലേടാ. അതെല്ലാം വീട് ഗുരു. അയാളെ സ്വത്ത് വാരി കൂട്ടട്ടെ, നമുക്കത് തട്ടിക്കൊണ്ടുവരാന്നേ. നിങ്ങൾ അധികം ആലോചിക്കണ്ട. ഭയങ്കര വിശപ്പ്. തിന്നാൻ അകത്തെന്തെങ്കിലും ഉണ്ടോടാ? അകത്ത് ബിരിയാണി ഇരിപ്പുണ്ട്. ബിരിയാണിയാ? ആ വാ. ഇതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ. ശരി, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ. എനിക്കൊരു നല്ല ചെക്കനെ വേണം മാഷേ. അവൻ ഒന്നിനോടും ഭയം ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വെട്ടൊന്ന് മുറി 2 ആ ടൈപ്പ് വേണം. ശരിക്കും പറഞ്ഞാ ഇപ്പൊ അകത്തേക്ക് പോയില്ലേ, അവൻ കറക്റ്റാ. ആഹാ, അവനെ തന്നെ വേണം. അവനോ? അവൻ നിങ്ങളുടെ എന്ത് പണിക്കാൻ പറ്റുക? നീ ഒന്ന് അയക്കും മാഷേ. എനിക്ക് അവനെ മതിയെന്ന് പറഞ്ഞില്ലേ? ആലോചിക്കാം. ഇനി എന്താ ചേട്ടാ പണി? വിക്കി, ഈ സാറിന് നിനക്ക് മനസ്സിലായില്ലടാ. നമസ്കാരം. നമസ്കാരം. നിന്നെ കൊണ്ട് ഇയാൾക്കൊരു പണിയുണ്ടെന്ന്. കൂടെ പോയിക്കോടാ. അതിനിപ്പോ എന്താ? താങ്ക്സ് മാഷേ. പോയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് പോയി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവരാം. മാഡോ? ഇവനെന്തിനാ? കാണുമ്പോ തന്നെ റഫാൻ തോന്നുന്നു, റൗഡിനെ പോലെ. റൗഡി തന്നെ. ശരിക്കും ഇവൻ പ്രേതത്തിനെ ഓടിക്കും? അത് എന്താ പ്രശ്നം? ഇവൻ ദുർമന്ത്രവാദിയൊന്നും അല്ല മാഡം, ലോക്കൽ റൗഡിയാ. വാട്ട്? പിന്നെന്തിനാ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നത്? ടൈം വേസ്റ്റ്. അതല്ല മാഡം, ഞാനൊരു മന്ത്രവാദിക്ക് വേണ്ടി ഒരുപാട് നടന്നതാ, ആരെയും കിട്ടിയില്ല. അവസാനം ഇവനെ കിട്ടി. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യത്തോടെ നേരിട്ടോളും. അവൻ ചോദിക്കുന്ന പൈസ കൊടുത്താൽ എന്തു വേണമെങ്കിലും ചെയ്തോളും. ആ ബംഗ്ലാവിൽ താമസിക്കാൻ ഇവൻ പറ്റിയ ആളാണ് മാഡം. എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല. ഇവനെന്തെങ്കിലും സംഭവിച്ചാൽ അതും നമ്മുടെ തലയിലാവും. അതൊന്നും ഓർത്ത് പേടിക്കണ്ട മാഡം, ഞാനല്ലേ കൊണ്ടുവന്നത്, ഞാൻ തന്നെ നോക്കിക്കോളാം. വിളിച്ചോണ്ട് വരട്ടെ മാഡം? നിക്ക്, ഞാനും വരാം. ഞങ്ങളുടെ മേഡ പേര് മിത്ര. മാഡം എന്ന് പറഞ്ഞപ്പോ കിളവിയായിരിക്കും. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? ഹലോ, എന്താ ഇത്? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മാഡം, എനിക്കെന്ത് പണിയാണെന്ന് പറഞ്ഞുകൊട്. നിങ്ങളുടെ കൂടെ ചെയ്യാനുള്ള ജോലിയാണെങ്കിൽ ഞാനൊന്ന് സ്കാൻ ചെയ്തോട്ടെ. സ്കാൻ. ഹലോ, അധികം തുള്ളണ്ട. പണി തരുന്നത് ഞാൻ. നീ എന്റെ മുതലാളിയല്ല, ഞാൻ നിന്റെ മുതലാളിയാ. എന്തായി പറയുന്നത് മാഡം? ഈ വിക്കിനെ പണി പഠിപ്പിക്കുന്നു. ഇവന്റെ ഒരു ജാടയും. ശരി, പണി കറക്റ്റായി ചെയ്യണം. ആദ്യം എന്ത് പണിയാന്ന് പറ, ശമ്പളം പിന്നീട് പറയാം. എന്താ ഇത്? ഇവനോടൊന്നും പറഞ്ഞിട്ടില്ലേ? അത് മാഡം ഡയറക്റ്റ് പറഞ്ഞോട്ടെന്ന് കരുതി. ഒന്നുമില്ല, ഒരു 5 ദിവസം ആ വീട്ടിൽ താമസിക്കണം. അതിന് പൈസയും തരും. പിന്നെ എന്ത് ചെയ്യണം? വെറുതെ ഉണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. അതിന് ഇപ്പൊ എന്തിനാ ശമ്പളം? താമസിച്ചതിന് ശേഷം പോരെ? ഞാനുണ്ടാകും. ഓക്കേ?
എന്നാ അതൊരു സാധാരണ വീടല്ല. ആ വീട്ടില് പ്രേതം ഉണ്ടെന്ന് നിനക്ക് പ്രേതത്തെ പേടിയില്ലല്ലോ? എന്ത് പ്രേതോ? ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ലോകത്ത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്നെ എന്ത് ചെയ്യാനാ? എന്റെ അടുത്ത് വന്ന കഥ കഴിക്കും. ഉം. മനസ്സിലായില്ലേ? ഓം ഹ്രീം ഹ്രീം അതുപോരെ നിങ്ങക്ക്? അതല്ല, ആ വീട്ടില് 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തു പറ്റി? താമസിക്കാൻ പറ്റുമോ? ഉണ്ടാകും. ശരി, നിനക്ക് എത്ര വേണമെന്ന് പറയൂ. എന്ത് വേണമെന്ന് പണി ചെയ്തിട്ട് പറയാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതി വേണം. നിങ്ങളുടെ എല്ലാ പ്രോബ്ലം സോൾവ് ആയാൽ വർത്തമാനം കുറയ്ക്കൂ, പണിയെടുക്കൂ. അവൻ ഇവിടെ തന്നെയല്ലേ വരാൻ പറഞ്ഞത്? എടാ, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നെന്ന് പറയടാ. ഇതിന് ഭയങ്കര ഭാരമാടാ. എന്റെ അമ്മേ, നീ എവിടെയാടാ? പറടാ. അങ്ങോട്ട് നോക്കടാ, ഒരു ജോൽസിനല്ല വരുന്നത്. ആ അതേടാ, മുഖത്തൊരു കള്ളലക്ഷണം നാം ദർശിക്കുന്നു. ഓംബ്രാ, വരവോ തുച്ഛം ചിലവോ മെച്ചം, പിന്നെ എന്തൊക്കെയുണ്ട് ആ മെച്ചം? നമുക്ക് കയ്യ നോക്കിക്കല്ലേ. എന്തിനാടാ വെറുതെ പൈസ കളഞ്ഞ്? അപ്പൊ അതിന് പ്രതിവിധിയൊന്നുമില്ലേ? എന്തുകൊണ്ടില്ല, നോക്ക്, 1000 ഇങ്ങോട്ട് തള്ളുക, മറ്റുള്ള ഇതെന്താ നോമിന് വേണ്ടിയാ? തനിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ ആയിക്കോട്ടെ, ദൈവത്തിൽ വിശ്വാസം കഷ്ടം കഷ്ടം എല്ലാം നേരെയാവും. എടാ സത്യം പറയടാ, എന്നെ നിങ്ങൾ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ? അവനെ കൊണ്ട് വലിയ ശല്യായല്ലോ. വിക്കി വരുന്നത് വരെ നമുക്ക് അവനെ കൊണ്ട് കൈ നോക്കി സമയം പോയി കിട്ടും. എന്താ സ്വാമി, ഈ കൈ നോക്കി ലക്ഷണം പറയോ? നോം ജനിച്ചതേ അതിനു വേണ്ടിയാ, മുഖം നോക്കി ലക്ഷണം പറയാൻ. നിനക്കെന്തിനാ ഇങ്ങനെയുള്ള സംശയം? പറഞ്ഞു തുടങ്ങട്ടെന്നേ. എന്നാ ശരി, നീ എന്നെ കൊടുക്ക്. എനിക്ക് അതിന് നഷ്ടം. എന്നാ പിടി, ഇനി ചോദിക്കല്ലേ. ഇതാ പിടിക്ക്. നിങ്ങൾ 3 പേരിൽ ആരുടെ ഭാവിയാ ഞാൻ പറയേണ്ടത്? ഇതാ ഈ പൊട്ടന്റെ. എന്ത്? എന്റെയോ? നീ എന്തിനാ പേടിക്കുന്നത്? അയാൾ നിന്നെ പിടിച്ചിട്ടൊന്നുമില്ല. എടാളിയാ, ഇയാളെന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന പറയുന്നത്. എന്താ? അതെ മക്കളെ, നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ ഭയങ്കര ആപത്തായിരിക്കും. ആപത്ത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട, അത് ഇങ്ങോട്ട് ചെയ്തോളും. ഒരു ക്വാർട്ടർ അടിച്ച് കിടക്കാനല്ലേ? 500 തരില്ല, ഒരു മാങ്ങാത്തൊലി തരില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ വെറുതെ പൈസ പോകുന്നു. വാ പോകാം. എടാ ഒന്ന് ചോദിക്കടാ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എടാ ഒന്ന് ചോദിച്ചിട്ട് പോടാ. അതാ നോക്ക്, നമ്മുടെ അളയം വരുന്നു. നമുക്ക് പോവാം. ആ വരാം, നടക്ക്. അളിയൻ വന്നു. എടാ എന്താടാ ഇതൊക്കെ? ഇതിനെ എന്തിനാടാ നീ വരുന്നവരൊരു ടൈം പാസിന് ഇവന്റെ ലക്ഷണം നോക്കിയതാ. ജാതകം മാങ്ങാത്തൊലി. കേരള വണ്ടിയിൽ അമ്മച്ചി, എന്തൊരു പൊക്കം അതിന്. പോവാം. അയ്യോ, വണ്ടി വിട്.